Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി മക്കളെ, എല്ലാ കുടുംബാംഗങ്ങളെയും ഇപ്പോൾ ഒരുമിച്ച് കൂട്ടുക. എല്ലാ ശനിയാഴ്ചകളിലും അഭിഷേകാഗ്നിക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന, മറ്റനേകം വിധത്തെ ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ഈശോയുടെ നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. ഇനിയും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. പ്രിയപ്പെട്ട ദൈവമക്കളത് ജനകീയ പ്രാർത്ഥന ഇതിനു വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപയും മാനസാന്തരങ്ങളും വർഷിക്കപ്പെടുന്നതിന് പ്രിയപ്പെട്ട ദൈവമക്കളെ 10,000-കണക്കിന് പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണം. ഇനി ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വോളണ്ടറി മിനിസ്ട്രിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ അഭിഷേകത്തിനു വേണ്ടി ശനിയാഴ്ച ഒരു നേരം ഒരു ചെറിയ ത്യാഗം സഹിച്ച് കാഴ്ചവെക്കാം. ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കാം, ഒരു ജപമാല ചൊല്ലി കാഴ്ചവെക്കാം. അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ അഭിഷേകത്തിൻ്റെ മക്കളെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കുട്ടികൾ, യുവതി യുവാക്കന്മാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകഗ്നി അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ബിനോയച്ചൻ, അതുപോലെ സോജിയച്ചൻ, സാംസണച്ചൻ എല്ലാവരും ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവരെ ശക്തിപ്പെടുത്തണം. അച്ഛന് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി അച്ഛനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വചനം വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതമാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയണത്: എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, അനേകം പേരുടെ വേദനയാണത്. ഇന്ന് വേദനിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് തൊടാൻ പോവുകയാണ്. ഞാൻ അട്ടപ്പാടിയിൽ താമസത്തിലുള്ള ധ്യാനം നടത്തുമ്പോൾ താമസ ധ്യാനം കൂടി ഒരു ദൈവപൈതൃക അനുഭവം പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, ഞാൻ ദൈവത്തെ മറന്ന് ഞാൻ ലോക വഴികളിലൂടെ പോയി, എനിക്ക് ദൈവം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്താൽ അദ്ദേഹം തിരിച്ചു വരാൻ ഇടവന്നു. അദ്ദേഹത്തിന് ദൈവത്തെ തിരിച്ചു കിട്ടി. ആ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു അനുഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എൻ്റെ പേര് ജോസ്റ്റിൻ. വീട് തൃശ്ശൂർ ജില്ലയിൽ പറപ്പുകര എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്താണ്. ഇരിഞ്ഞാലക്കുട ഡയസിസാണ്. ഞാൻ കേരളത്തിലെ പ്രമുഖമായ 3 ചാനലുകളിൽ വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ പേര് പറയുന്നതുകൊണ്ട് വിരോധമില്ല. മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ്, അതുപോലെ കൈരളി. ഞാൻ എവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴും, ഇപ്പോൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാലും മദ്രാസിൽ പോയാലും എവിടെ ചെന്നാലും, ഇപ്പോൾ കോയമ്പത്തൂർ ഗാന്ധിപുരം എയർപോർട്ട് റോഡ് വരുന്ന എല്ലാവർക്കും ചോദിക്കാൻ രണ്ട് കാര്യമുള്ളൂ: സഹിയോൻ, സേവിറച്ചൻ. അപ്പം ഞാൻ തന്നെ ഇതെന്തത് സംഭവം കൺഫ്യൂസ്ഡായി. അന്ന് തൊട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ്, എനിക്ക് ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വരണം, സേവിറച്ചനൊന്ന് കാണണം, അനുഗ്രഹം വാങ്ങണമെന്ന്. പക്ഷേ എൻ്റെ പ്രോഗ്രാമിൻ്റെ തിരക്ക് കൊണ്ടും അതുപോലെ അച്ഛൻ്റെ ഇവിടുത്തെ ബുക്കിംഗ് ഓൺലൈൻ കിട്ടാത്തത് കൊണ്ടൊക്കെ അതിന് അവസരം കിട്ടിയില്ല. പക്ഷെ ദൈവം എനിക്ക് ഈ കഴിഞ്ഞ ലാസ്റ്റ് ജൂലൈ 28-ന് എനിക്കൊരു അവസരം ഒരുക്കി. ഐ മെറ്റ് ആൻ ആക്സിഡൻറ്റ്. എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എനിക്കിവിടെ ഈ ഭാഗത്ത് ഒരു 12 സ്റ്റിച്ചായിരുന്നു തലയുടെ മുകളിൽ. തലയിൽ തന്നെ 12 സ്റ്റിച്ച്. പിന്നെ ഈ കണ്ണിൻ്റെ മുകളിൽ കാണാൻ, നിങ്ങൾക്ക് അതിൻ്റെ മാർക്കുകൾ കാണാൻ പറ്റും, 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങോട്ട് കുറച്ച് ഫോർക്കറ്റിലേക്ക്, ഈ നിറന്നിട്ടിലേക്ക് മാറിങ്ങ് ഇപ്പോൾ ഈ ധ്യാനത്തിന് വന്നിരിക്കാൻ ഞാൻ ഉണ്ടാവില്ല. വീട് പണ്ടേ മണ്ണോട് മണ്ണായി തീരും. അത് കുറച്ച് താഴ്ന്നെങ്കിൽ എൻ്റെ വലത് കണ്ണ് നഷ്ടപ്പെടും. അപ്പോൾ അത് കേട്ട്, അപ്പം ഞാൻ ആ സമയത്ത് അൺകോൺഷ്യസ് ആയിരുന്നു.
പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് വന്ന് ഞാൻ നോക്കുമ്പോൾ മുഖം കംപ്ലീറ്റ് വികൃതമായിട്ടിരിക്കണേ, അവിടെയും ഇവിടെയൊക്കെ പൊട്ടി ഇതൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ICUലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഡോക്ടർ പീറ്റർ ആലപ്പാട്ടെന്ന് പറയും. അപ്പോൾ പീറ്റർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ജോസിന് അധികം സ്ട്രെയിൻ കൊടുക്കരുത് കണ്ണിനോ. അപ്പോൾ ഒരു കണ്ണ് തുറന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് ഇവിടുത്തെ അഭിഷേകാഗ്നി അതിൻ്റെ, ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുകയാണ്, അതിൻ്റെ വീഡിയോസ് ഒന്ന് കാണാം. അത് കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, എൻ്റെ പേരൻസ് എക്സ്പയർഡാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു കെയറിങ് ഒന്നും ഇല്ല. അപ്പോൾ ഇത് കാണാം. സേവ്രച്ചിനെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോസിൽ, അപ്പോൾ ആൾ പറഞ്ഞു, നീ വീഡിയോ കണ്ട് ഒരു കണ്ണിന് മാത്രം സ്ട്രെങ്ത്ത് കൊടുക്കരുത്, അത് നെർവിനെ ബാധിക്കും. അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കാലോ. അങ്ങനെ ഹെഡ്ഫോൺ തന്നു. പിന്നെ ഹെഡ്ഫോൺ വെച്ചായി ഞാനിത് കേൾക്കൽ. ഇങ്ങനെ 5 ദിവസത്തോളം എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഹെഡ്ഫോൺ വയ്ക്കും, അത് കേട്ട് ഞാൻ ഉറങ്ങും. അങ്ങനെ ഒരു 10 ദിവസമായപ്പോഴേക്കും ഇത് കുറഞ്ഞ് വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ പോവാം, പക്ഷേ നീ എപ്പോഴും കെയർ ചെയ്യണം, കാരണം നിൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് പഴുപ്പ് കയറിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് ന്യൂറോളജിസ്റ്റിനെ കണ്ട് CT സ്കാൻ, അത് 2 CT സ്കാൻ ഉണ്ട്, അത് ഇവിടെയുള്ള നഴ്സസിനൊക്കെ അറിയായിരിക്കും. ഒന്ന് ഡീപ്പ് CT സ്കാൻ, രണ്ടാമത്തെ നോർമൽ. ഡീപ്പ് എടുക്കണം, എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഫയല് വെരിഫൈ ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിനക്ക് വിഷമം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഒരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ ഒരു പക്ഷേ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ നാവ് ചിലപ്പോൾ കുഴഞ്ഞിങ്ങനെ പോകുന്നു. ഞാൻ ചെറുതായിട്ട് പാട്ട് പാടും, അതുപോലെ കുറച്ച് ടോക്കറ്റീവാണ്. അപ്പോൾ എനിക്ക് അതോടുകൂടി എൻ്റെ പ്രതീക്ഷ കംപ്ലീറ്റ് പോയി. അങ്ങനെ അവസാനം ഞാൻ ഇതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ടോക്കൺ നമ്പർ 13 കിട്ടിയത്. വീണ്ടും അച്ഛൻ്റെ ആ ടോക്കൺ എടുത്ത് ഹെഡ്ഫോൺ എടുത്ത് കുത്തി 2 കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് ടാബ്ലറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോസ് കൂട്ടാനാണോ, ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നമാണോ? അല്ല, ഞാനത് തിരിച്ചു വാങ്ങിച്ച് നിനക്ക് ആ ബാലൻസ് പൈസ തരാനാണ്, കാരണം 2 മാസത്തെ ടാബ്ലറ്റ്സാണ് ഞാൻ വാങ്ങിച്ചായിരുന്നത്. നിൻ്റെ CT സ്കാൻ റിസൾട്ട് വന്നു, നിനക്ക് ഓപ്പറേഷനും വേണ്ട, ഒരു കുന്തവും വേണ്ട, നീ ആടിപ്പാടി ഇങ്ങോട്ട് നടക്കടാ എന്ന് പറഞ്ഞു. സന്തോഷം. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് തുള്ളിച്ചാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ എനിക്ക് ഇവിടെ സെഹിയോണിൽ വരണം, സേവ്രച്ചിനെ മീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു എനിക്കറിയില്ല ഈ ആഴ്ച ഏതാഴ്ചയാണ് അച്ഛനില്ലാത്ത, ഏതാഴ്ചയാണ് ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ഇറങ്ങിയെന്ന സമയത്ത് രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞോണം എൻ്റെ ഒരു സുഹൃത്ത്, ആളിപ്പോൾ ഇവിടെ ഉണ്ട്. ആള് മലേഷ്യയിൽ പോകാനായിട്ട് നിന്നാർന്ന മനുഷ്യനാ. ആളെന്നെ വിളിച്ച്, ജോയി എന്ന പേര്, ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസ്റ്റിൻ ഞാനേ 2 ടിക്ക് ഇവിടേക്ക് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ എവിടേക്ക്? സെഹിയോണിലേക്ക്. നീ വരണ്ട? ഞാനിത് പ്രതീക്ഷിച്ചാണ് ഇരിക്കണേ. ഞാൻ പറഞ്ഞു പിന്നെന്താണ് വരാൻ ബുദ്ധിമുട്ട്, ദേ ഇറങ്ങേ, ഡ്രസ്സ് പോലെ എടുക്കാണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അതെ, ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഓഫീസിലുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ആ നോയൽ ബ്രദർ വിളിക്കുന്നുണ്ട് ആള്, പിന്നെ ഓഫീസിലുള്ള ചേട്ടൻ, അതുപോലെ ഈ പുസ്തകത്തിൻ്റെ അവിടെ ഉള്ളവർ, അവരൊക്കെയാണ് ഓരോ ജോഡി ഡ്രസ്സുകൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് നടന്നത്. ഓരോന്ന് കൊണ്ട് കൊടുക്കണത് പൈസ കൊടുക്കാറുണ്ട്, പൈസ കൊടുക്കണ്ട ഫ്രീ അല്ല. അപ്പം എന്തായാലും എനിക്ക് സംസാരിക്കാനും ഇതൊക്കെ കൃപ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. വലിയ അത്ഭുതം. യെസ്, ഓഫ് കോഴ്സ്. അതായത് അറ്റ് ദ നിക്ക് ഓഫ് ദ ടൈം ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ്.
നത്തിങ്. എനിക്ക് അത്രയ്ക്കും ഞാൻ അത്ര പെർഫെക്റ്റ് എന്ന് പറയാനില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു 3 തീരുമാനങ്ങളെടുത്തിട്ടുണ്ട്. കാരണം ഈ സെഹിയോണിൽ വന്നിട്ട് എനിക്കെടുക്കാൻ പറ്റുന്ന തീരുമാനമാണ്. കാരണം ഞാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ്. ഈ കോമഡി പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഈ യേശുവിൻ്റെ അഭിഷിക്തരെയും അതുപോലെ പ്രേക്ഷിതന്മാരെയും ശിഷ്യന്മാരെയും ഒക്കെ കളിയാക്കിയിട്ട് ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേനയുടെ തുമ്പത്തോ നാവിൻ്റെ ഭാഗത്തൊന്നും അതുണ്ടാവില്ല. അതുപോലെ 2 ഈ കുർബാന ഞാൻ കാണാൻ പോവാറ് ടു സീൻ ആൻഡ് ടു ബി സീൻ എന്ന് പറയും. കാണാനും കാണപ്പെടുവാനും വേണ്ടിയിട്ട് ഞാൻ പോവാറ്. കുറേ പേര് എന്നെ കാണണം, എനിക്ക് കുറേ പേരെ കാണണം. പക്ഷെ ഇനി ഞാൻ കാണാൻ പോണത് കുർബാന അർപ്പിക്കാനാണ്, കാണാനല്ല. കുർബാന അർപ്പിക്കാനുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തേക്കണം. അപ്പോൾ ഈ തീരുമാനങ്ങൾ പോലെ തന്നെ എനിക്ക് ഒരു പെർഫെക്റ്റ് പേഴ്സൺ എന്നൊന്നും പറയാൻ ഞാനാണല്ല. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ നിങ്ങളോർക്കും. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഈ എളിവനെ ഓർക്കണം. ഞാൻ എന്നോട് പറഞ്ഞാണ് സ്ട്രെയിൻ ചെയ്തിട്ട് ഒറ്റ പാട്ടും പാടാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞാൻ ആ സത്യനായക G മൈനർ ഒരു 4 വരി ഒന്ന് പാടി കേൾപ്പിക്കുകയാണ് ദൈവസന്നിധിയിൽ. കർത്താവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി പാടുകയാണ് കേട്ടോ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ പുണ്യതീർത്ഥമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ. താങ്ക് യു. താങ്ക്സ് ലോർഡ്. താങ്ക് യു ഫാദർ. താങ്ക്സ് ടു ഓൾ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കിരുന്നാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഇന്ന് കർത്താവ് അനന്തകോടി കൃപകൾ, സൗഖ്യങ്ങൾ, ആത്മാവിൽ കുളിർമ, വിശുദ്ധിയുടെ അഭിഷേകം, മാനസാന്തരത്തിൻ്റെ കൃപ, ദൈവത്തെ ആരാധിക്കാനുള്ള ആത്മാവിൻ്റെ നിറവ് ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും വർഷിക്കുകയാണ്. കുട്ടികളെ ഇന്ന് കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കാൻ പോവുകയാണ്. രോഗികളെല്ലാം അടുപ്പിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു എളിയ പൈതലിൻ്റെ ആത്മാവിനെ അഭിഷേകാഗ്നി വചനത്തിലൂടെ കർത്താവ് കഴുകി, കർത്താവ് സ്നേഹം നിറച്ചു, കർത്താവ് ജീവൻ നിറച്ചു, കർത്താവ് ദൈവത്തെ ആരാധിക്കുന്ന പൈതലാക്കി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഈ രാത്രി ഈ സമയം സ്വർഗം തുറന്ന് അങ്ങയുടെ കൃപ സമൃദ്ധമായി ചൊരിയണമേ. കർത്താവെ, തോട് നദിയായി മാറട്ടെ, നദി സമുദ്രമായി മാറട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ആരാധിക്കുന്ന കർത്താവെ, ഉച്ചത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, 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 ശക്തിയോടെ ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആരാധന, കവിയത്തെ ഒഴുകത്തെ പുതിയൊരു അഭിഷേകം നിറയത്തെ കവിയത്തെ ഒഴുകത്തെ പുതിയൊരു അഭിഷേകം. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. ഓ ദൈവത്തിൻ്റെ ആത്മാവേ,
സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ആത്മാവിനെ പുതുക്കി പണിയുന്ന പരിശുദ്ധാത്മാവേ, കുടുംബങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, പ്രകാശം കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസാന്തരം ഇല്ലാത്ത മാനവരെ നേടിടുവാൻ പരിശുദ്ധാത്മാവേ, ഇതുവരെയും പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ആത്മാവേ വരദാനത്തിൻ ശക്തി അയച്ചു നയിക്കണമേ. പോലെ ഇന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ ആത്മാവേ വരദാനത്തിൻ ശക്തി അയച്ചു നയിക്കണമേ. ആദീനെ പോലെ ഇന്നിവിടെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ നിറയട്ടെ കൈകൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ ഭവനത്തിലേക്ക് നിറയണമേ. ഹൃദയത്തിലേക്ക് നിറയണമേ. കൈകൾ ഉയർത്തി ആഗ്രഹത്തോടെ വിളിച്ച് അപേക്ഷിക്കുന്നു. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങൾ തുറക്കുന്ന പരിശുദ്ധാത്മാവേ, ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മേൽ ശക്തമായി ആവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളും നിറയണമേ, എല്ലാ ജീവിതങ്ങളിലും നിറയണമേ, എല്ലാ കുടുംബങ്ങളിലും നിറയണമേ. കൈകൾ ഉയർത്തി ആദരവത്തോടെ പരിശുദ്ധാത്മാവേ നിറയണമേ. കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം നിറയട്ടെ. കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം, അഭിഷേകം, പുതിയൊരു അഭിഷേകം, പുതിയൊരു അഭിഷേകം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എളിയ മക്കളെ, പ്രത്യേകിച്ച് ആത്മാവിൽ വേദനിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, ടച്ച് ആൻഡ് ഹീൽ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് സ്പർശിക്കണം പരിശുദ്ധാത്മാവേ. അന്ധകാരത്തിൻ്റെ പീഡകളിലിരിക്കുന്നവർ, പിശാചിൻ്റെ ഉപദ്രവത്തിലിരിക്കുന്നവർ, പാപത്തിൻ്റെ ബന്ധനത്തിലിരിക്കുന്നവർ, അന്ധകാര കോട്ടകളിൽ തടവറകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ തടവറ ഭേദിക്കാൻ തക്കവിധം ഒരു പുതിയ അഭിഷേകം നിറയട്ടെ കർത്താവേ. ഒരു പുതിയ കൃപ ഈ ദാസിദാസന്മാരുടെ മേൽ നിറയട്ടെ. In Jesus' name, Amen. 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 ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം. എൻ്റെ അലച്ചിലിൻ്റെയും കഷ്ടതയുടെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇന്നലെ അനേക വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ശിഷ്യനെ കണ്ടുമുട്ടി. 1994 അട്ടപ്പാടിയിൽ വന്നപ്പോൾ അന്ന് +2 സ്റ്റുഡൻ്റായിരുന്നു. പിന്നെ അനേക വർഷങ്ങൾ അദ്ദേഹത്തെ കാണാനില്ല. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം അങ്ങേയറ്റം തളർന്ന്, അങ്ങേയറ്റം തകർന്നു. വിവാഹം കഴിഞ്ഞു, മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഞാൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, എന്നെ നോക്കരുത്. ഞാൻ വിളിച്ചു പറഞ്ഞില്ല, ഞാൻ അടുത്തേക്ക് വരില്ല, ഞാൻ തകർന്നവനാണ്, ഞാൻ വരില്ല. ഞാൻ വീണ്ടും അടുത്തേക്ക് വിളിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയും പാപങ്ങളും വേദനകളും ആത്മാവിൻ്റെ തകർച്ചയും കണ്ണുനീരും എല്ലാം ആ മുഖത്ത് ഞാൻ കണ്ടു. അന്ന് ഞാൻ ആ സമയത്ത് എൻ്റെ ഓർമ്മ വന്നത് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 19 തൊട്ട് 23 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. ആ വേദനയും കണ്ണുനീരും ആ വലിയ ഭാരവും എല്ലാ കണ്ണുകളിലും ആ മുഖത്തും വെളിപ്പെട്ടിരുന്നു.
അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഞാനും നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ അറിയുന്നു, ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും, ഞാൻ എത്ര തകർന്നവനാണെങ്കിലും, ഞാൻ എത്രമാത്രം എൻ്റെ കർത്താവിൽ നിന്ന് അകന്നു പോയാലും എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഈ അവസാനത്തെ വാക്ക് എന്നെ ഒരുപാട് സ്പർശിക്കുകയാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഞാൻ അവിശ്വസ്തനായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും ഇതറിയണം. ഞാൻ അവിശ്വസ്തനായ, ഞാൻ പാപത്തിൽ ഞാൻ മുങ്ങിപ്പോയി, ഞാൻ തീർത്തും നഷ്ടപ്പെട്ട ഒരാത്മാവാണ് എന്ന അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിലും, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ഈ എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത ഉന്നതമാണ്. ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടില്ലേ? ഒരു ദൈവപൈതൽ വൈദികരെ ദുഷിക്കുന്നു, സഭയെ ദുഷിക്കുന്നു, കുമ്പസാരത്തെ ദുഷിക്കുന്നു, വിശുദ്ധ കൂദാശകളെ ദുഷിക്കുന്നു, എല്ലാം അങ്ങനെ കർത്താവിൽ നിന്നും അകന്നകന്നകന്ന് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ ആ കർത്താവിൻ്റെ വിശ്വസ്തത, ആ ആത്മാവിനെ കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർത്ത്, കർത്താവ് ആ മുള്ളുകളുടെ ഇടയിൽ ഉടക്കിക്കിടുന്ന ആ ആടിനെ എടുത്ത് കർത്താവ് വന്നത്, ആ ഒരു അനുഭവത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവന്ന വഴികൾ നിങ്ങളിന്ന് ശ്രദ്ധിക്കണം. അനേക നാളുകൾ അഭിഷേകത്തിനെക്കുറിച്ച് കർത്താവ് പല ആളുകളെ കേൾപ്പിച്ചു. പിന്നെ ഒരു പ്രത്യേക അവസ്ഥയിൽ അദ്ദേഹത്തിന് എന്തായി, തിരക്കുള്ള സമയത്ത് വചനം കേൾക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തിരക്കുള്ള സമയത്ത് വചനം കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായി, ഒരു ചെറിയ ആക്സിഡൻറ്റ്. അങ്ങനെ അദ്ദേഹത്തെ വിജനതയിലേക്ക്, തിക്കും തിരക്കുള്ള അവസ്ഥയിൽ നിന്ന് വിജനതയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. ഹോസിയയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 14-ഉം 15-ഉം തിരുലിഖിതങ്ങൾ, അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും, അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും, ആഗോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ആരാണ് ഈ അവൾ? ആരാണ് ഈ ഞാൻ എന്ന് പറയുന്നത് കർത്താവാണ്. അവളെന്ന് പറയുന്നത് ഓരോ മനുഷ്യാത്മാവുമാണ്. പാപത്തിൽ നഷ്ടപ്പെട്ട്, ദൈവത്തിന് ഒട്ടും ഇടയില്ലാത്ത വിധം തീർത്തും നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഓരോ മനുഷ്യാത്മാവുമാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. ദൈവം പറയുകയാണ്, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. ആ ദൈവപൈതൽ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ആ ദൈവപൈതലിന് ദൈവത്തിൻ്റെ ഹൃദ്യമായ ആ ടച്ച്, ആ ഹൃദ്യമായ ആ സ്നേഹം, ആ ഒരു തിരിച്ചു വരവിന് ദൈവം ഒരുക്കിയ വഴി നിങ്ങൾ അത് കേട്ടതാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പറയണത്. നമ്മളൊരു പക്ഷേ പാപത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയാലും, ഒരുപക്ഷെ ഒരിക്കൽ പോലും ദൈവത്തെ ഓർക്കാതെ നടക്കുന്ന ഒരാത്മാവാണെങ്കിലും ദൈവം എന്നെ ഉപേക്ഷിക്കുന്നില്ല, ദൈവം എന്നെ വെറുക്കുന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. എന്നാൽ പിശാച് നമ്മുടെ ഉള്ളിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, നീ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത്, നിനക്ക് ഇത്ര അവസരം തന്ന്, നിന്നെ ഇത്ര അനുഗ്രഹിച്ച്, നിനക്ക് ഈ ജോലി തന്ന്, നിന്നെ ഇതുപോലെ ആക്കി, നിനക്ക് ചെറുപ്പം തൊട്ട് ദൈവത്തെ അറിയാൻ അവസരം തന്ന്, ഒരുപാട് ധ്യാനങ്ങൾ കേൾപ്പിച്ചു, എന്നിട്ട് നീ ഇങ്ങനെയല്ല ജീവിക്കുന്നത്, നന്ദികേടല്ലേ കാണിക്കുന്നത്, അതുകൊണ്ട് നീ ഇനി എന്തിനാ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോണത്, ദൈവത്തിന് നിന്നെ കാണണ്ട. ഇങ്ങനെയൊക്കെ ഈ ഉള്ളിലിരിക്കുന്ന പിശാച് നമ്മളെ വഴിതെറ്റിക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുലിഖിതം, ജ്ഞാനം 11:24, എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും
ഏതവസ്ഥയിലാണെങ്കിലും, അത് പാപത്തിലായിക്കോട്ടെ, നകർന്ന അവസ്ഥയിലായിക്കോട്ടെ, ദൈവത്തെ വെറുക്കുന്ന അവസ്ഥയിലായിക്കോട്ടെ, എത്രമാത്രം നിരീശ്വരനായിക്കോട്ടെ, ദൈവനിഷേധി ആയിക്കോട്ടെ, യുക്തിവാദി ആയിക്കോട്ടെ, എത്രമാത്രം വ്യഭിചാരി ആയിക്കോട്ടെ, ആഭാസനായിക്കോട്ടെ, തോന്നിയാസി ആയിക്കോട്ടെ, മദ്യപാനി ആയിക്കൊള്ളട്ടെ, ഇന്ന് വരെ ദൈവത്തെ വേദനിപ്പിച്ച വ്യക്തി ആയിക്കോട്ടെ, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും ഒരാളെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല, വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ, ദ്വേഷിച്ചിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. ദൈവം ഒരാളെയും ഒരവസ്ഥയിലും വെറുക്കുന്നില്ല. എൻ്റെ തിരിച്ചുവരവ് എൻ്റെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. എൻ്റെ തിരിച്ചുവരവ് എൻ്റെ ദൈവത്തെ ആനന്ദിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അവിടുത്തെ കാരുണ്യം ഉന്നതമാണ്. അവിടുത്തെ സ്നേഹം ഉന്നതമാണ്. ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ അവന് ഇഷ്ടമില്ലാതെ ചെയ്തു, അവന് വേദന ഏൽപ്പിച്ചാൽ അവൻ വെറുത്തു പോകുന്നു. അവൻ പിന്നെ ബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവന് കോലൊടിച്ചിരുന്ന പോലെ ബന്ധം മുറിച്ചിട്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ ദൈവം ബന്ധം മുറിക്കുന്നില്ല. അവസാനത്തെ സെക്കൻഡ് വരെ ദൈവം എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ കാരണം? ബിക്കോസ് എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. ജെറമിയ പ്രവാചന പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, ജെറമിയ 31:9, കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിൻ്റെ പിതാവാണ്. ഞാൻ ഇസ്രായേലിൻ്റെ പിതാവിനെ പോലെയാണെന്നല്ല, ഞാൻ ഇസ്രായേലിൻ്റെ പിതാവാണ്, ഞാൻ ഇസ്രായേലിന് അപ്പനാണ് എന്നാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ദൈവം എനിക്ക് അപ്പനെ പോലെയല്ല, ദൈവം എനിക്ക് അപ്പനാണ്. ഗോഡ് ഈസ് മൈ ഫാദർ. അതുകൊണ്ട് ഞാനൊരു പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു തിന്മ പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ തിന്മയോ എൻ്റെ പാപമോ അല്ല ദൈവം ഒന്നാമത് ഓർക്കുന്നത്. ദൈവം ഒന്നാമത് ഓർക്കുന്നത് എന്നെയാണ്. ഉത്തമഗീതത്തിൽ 7-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം, ഉത്തമഗീതം 7:10, സോങ് ഓഫ് സോങ്സ് 7:10, കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഈസ് ഫോർ മീ. ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഈസ് ഫോർ മീ. എൻ്റെ പാപമോ എൻ്റെ പുണ്യമോ അല്ല അവിടുന്ന് ആദ്യം കണക്കിലെടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുന്ന ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഓരോ ആത്മാവിൻ്റെ എന്തു തന്നെയാണെങ്കിലും ഈ സമയത്ത് കർത്താവ് പറയുകയാണ്, യെശയ്യാ 1-ാം അധ്യായത്തിലെ 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ ഞാൻ വെണ്മയുള്ളതാക്കി തരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ ഞാൻ വെളുപ്പിക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഇന്ന് ആ അനുഭവം പറഞ്ഞ ആ മകൻ ജോസ്റ്റിൻ പറഞ്ഞത് കണ്ടില്ലേ? അദ്ദേഹം കർത്താവിന് വിളി കേട്ടു, കർത്താവിൻ്റെ അരികിലേക്ക് വചനം കേട്ടു, കർത്താവിന് വേണ്ടി ദാഹിച്ചു. കർത്താവ് കടും ചുമപ്പ് കമ്പിളി പോലെ വെളുപ്പിച്ച് കൊടുത്തു. രക്തവർണ്ണമാണ്. ദൈവത്തെ ഉപേക്ഷിച്ച് വേദനയിൽ നടന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നത്, ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹം പലതരത്തിലുള്ള വേദനയിലൂടെയും ആത്മനാശത്തിലൂടെയും കടന്നുപോയി. കടും ചുമപ്പായിരുന്ന പാപങ്ങൾ കർത്താവ് കഴുകി മഞ്ഞുപോലെ വെളുപ്പിച്ച് കർത്താവിൻ്റെ പ്രിയനാക്കി മാറ്റിയ അനുഭവം ഈ ആരാധനയുടെ സമയത്ത് മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയുടെ മുട്ടുമേൽ നിൽക്കുക. ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികളായ മക്കൾ കട്ടിലിൽ തന്നെ കിടന്നോ, കുഴപ്പമില്ല. പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുമക്കളും യുവതീവാക്കന്മാരെല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കണം. പാപത്തിൽ വേദനിക്കുന്ന ഹൃദയങ്ങൾ, ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇനി എനിക്ക് രക്ഷയുണ്ടോ? ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു, ഇനി ഞാൻ എങ്ങനെ ദൈവത്തിനടുത്തേക്ക് പോകും? എൻ്റെ ആത്മാവ് തളർന്നു. എത്ര നാളായി ഞാൻ പരിശ്രമിക്കുന്നു, എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ലായിരിക്കും, ഞാൻ നരകത്തിലേക്ക് പോകുമായിരിക്കും.
ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ ആത്മാക്കളും, വേദനിക്കുന്ന മുഴുവൻ ആത്മാക്കളും ഇപ്പോൾ കരഞ്ഞ് നിലവിളിക്കണം. എൻ്റെ കർത്താവ് ഒരിക്കലും അനുപേക്ഷിക്കുന്നവനല്ല. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. മരിക്കുന്ന സെക്കൻഡ് വരെ അവിടെ നിന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. 2 കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി പിടിക്കുക. ഈശോയിലേക്ക് നോക്കുക. എത്ര വിശുദ്ധത്തിൽ യേശുവിനെ വിളിക്കാമോ അത്ര വിശുദ്ധത്തിൽ യേശുവിനെ വിളിക്കുക. യേശുവേ 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 യേശുവേ. എല്ലാവരും ഈശോയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ യേശുവേ മുറുങ്ങി ഉച്ചത്തിൽ വിളിക്കുന്നു. കേൾക്കുന്ന യേശുവേ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താൻ നീ